Hi children, welcome to LKLS Star Maths class. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റേറ്റ് സിലബസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. SSLC സ്റ്റേറ്റ് സിലബസിലെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസിലെ പേജ് നമ്പർ 15 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതൊന്ന് നോക്കാം. ഇതാണ് കേട്ടോ സെക്കൻഡ് കണ്ടോ. ഫോർ ദ സീക്വൻസ് ഓഫ് ദ റെഗുലർ പോളിഗൺ സ്റ്റാർട്ടിംഗ് വിത്ത് ഈക്വലേറ്റർ ട്രയാങ്കിൾ റൈറ്റ് ദ algebraic expression for the following. എന്താണ് റൈറ്റ് ദ സീക്വൻസ് ഓഫ് ദ റെഗുലർ പോളിഗൺ സ്റ്റാർട്ടിംഗ് വിത്ത് ഈക്വലേറ്റർ ട്രയാങ്കിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈക്വലേറ്റർ ട്രയാങ്കിൾ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പല പോളിഗൺ ഉണ്ടല്ലേ. റെഗുലർ പോളിഗൺ മീൻസ് വാട്ട്, ഒരേ ആംഗിൾസും സൈഡ്സും ഒക്കെ ഈക്വൽ ആയിരിക്കും. സോ ആംഗിൾസും സൈഡ്സും ഈക്വൽ ആവുന്ന റെഗുലർ പോളിഗൺ അത് ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഈക്വലേറ്റർ ട്രയാങ്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ദെൻ എന്താ ചെയ്യേണ്ടത്, റൈറ്റ് ദ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫോർ ദ ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്ന കുറേ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷനും നമ്മൾ എഴുതണം. അപ്പോൾ നമുക്ക് ഈക്വലേറ്റർ ട്രയാങ്കിളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, സീക്വൻസ് ഓഫ് ദ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഇത് ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. സോ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഉണ്ടോ, സീക്വൻസ് ഓഫ് ദ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ. സീക്വൻസ് ഓഫ് ദ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ. ഈ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സമ്മുകൾ എപ്പോഴും എന്തായിരിക്കും, 360 ആയിരിക്കും. അതിൽ യാതൊരു മാറ്റങ്ങളും ഇല്ല. ഓക്കെ, ഇപ്പോൾ എല്ലാ എന്താണ് റെഗുലർ പോളിഗണിൻ്റെയും എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സം എത്രയായിരിക്കും, 360 ആയിരിക്കും. സോ ഇത് ഈക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ, ഇത് സ്ക്വയറിൻ്റെ, ഇത് എന്തിൻ്റെ ആയിരിക്കും, റെഗുലർ പോളിഗൺ, ദെൻ പെൻറ്റഗൺ, ഇങ്ങനെ പോകും. അപ്പോൾ എല്ലാത്തിൻ്റെയും 360 ആയതുകൊണ്ട് നമ്മളൊരു 3 എണ്ണം എടുത്തെഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് എഴുതിയാൽ മതി, അതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് xn = 360. വേറെ ഒന്നും നമുക്ക് ചെയ്യാനായിട്ടില്ല. ക്ലിയർ ആയല്ലേ. സോ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്, 360. ഇനി നോക്കിയാൽ ഇപ്പോൾ ഇതിൻ്റെ പൊസിഷൻ വന്നിട്ട് എടുത്താൽ ഇത് ഫസ്റ്റ് പൊസിഷൻ, ഇത് സെക്കൻഡ് പൊസിഷൻ, ഇത് തേർഡ് പൊസിഷൻ. ഇതിനെയൊക്കെ നമ്മൾ എന്താ പറയുന്നത്, ഓരോരോ ടേംസ് അല്ലേ. ഒരു സീക്വൻസിൻ്റെ, സീക്വൻസ് മീൻസ് എന്താണ്, ശ്രേണി. ഈക്വലേറ്റർ ട്രയാങ്കിളിൻ്റെയും സ്ക്വയറിൻ്റെയും റെഗുലർ പോളിഗണിൻ്റെയും പെൻറ്റഗണിൻ്റെയൊക്കെ ശ്രേണികളാണ്. അപ്പോൾ അതിങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിനോരോ പൊസിഷനുകൾ, ഇത് ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, ഇത് തേർഡ് പൊസിഷൻ. ഇതിനെയൊക്കെ നമ്മൾ എന്തും കൂടി പറയും, ടേംസ് എന്നും പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ എഴുതിയിട്ട് കേട്ടോ. ഫസ്റ്റ് പൊസിഷൻ 360 ആണ്, സെക്കൻഡ് പൊസിഷനിലെ നമ്പറും അത് തന്നെയാണ്. അങ്ങനെ nth വരെ വരുമ്പോൾ എന്താണ്, എന്നും എന്തായിരിക്കും, 360 ആണ്. സോ അതുകൊണ്ടാണ് നമ്മുടെ ആൻസർ എന്ത് വന്നത്, xn = 360. ക്ലിയർ ആയല്ലോ ഇത്. അപ്പോൾ നമ്മൾക്കിനി തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ. എന്താണ്, സീക്വൻസ് ഓഫ് ദ മെഷേഴ്സ് ഓഫ് ആൻ എക്സ്റ്റീരിയർ ആംഗിൾ. കണ്ടോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചത് സം ഓഫ് ഇൻറ്റീരിയർ ആംഗിളും സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിളുമാണ് പഠിച്ചത്. ഇനി ചെയ്യാൻ പോണത് എന്താ, സീക്വൻസ് ഓഫ് ദ മെഷേഴ്സ് ഓഫ് ആൻ ഇൻറ്റീരിയർ ആംഗിൾ. നമ്മൾ എങ്ങനെയാണ് ഇൻറ്റീരിയർ എല്ലാത്തിൻ്റെയും, ഈക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ, സ്ക്വയറിൻ്റെ എല്ലാത്തിൻ്റെയും ഇൻറ്റീരിയർ ആംഗിൾ നമ്മൾ കണ്ടെത്താൻ വേണ്ടി ഉള്ളൊരു ഫോർമുലയാണ് എന്താണ്, സം ഓഫ് interior angles by number of angles. കണ്ടോ, sum of interior angles by number of angles. ക്ലിയർ ആയില്ലേ. സോ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്താണ്, സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്, ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈക്വിലാറ്ററൽ ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ട്രയാങ്കിൾ ഞാൻ ഷോർട്ടായിട്ട് എഴുതാം കേട്ടോ. ഈക്വലേറ്റർ ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഏത്, 180. മുന്നത്തെ ക്ലാസ്സുകൾ കാണുക. അപ്പോൾ അതിനകത്ത് ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളെങ്ങനെയാണിത് കണ്ടെത്തുന്നത്. അപ്പോൾ അതിൽ 180/3 = എന്താണ്, 60. അടുത്തത് എന്താണ്, സ്ക്വയറാണ്. സ്ക്വയറിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ എത്രയാണ്, 360. സോ 360നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 90 കിട്ടും. കണ്ടോ, അപ്പോൾ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിളാണ് ഈ 360. നമ്പർ ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നതാണ് 4. ഒരു സ്ക്വയർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, 4 ആംഗിൾസ് ആയിരിക്കും ഉള്ളത്. സോ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 90. ഇനി അടുത്തത് എന്താണെന്ന്, അടുത്തത് വരുന്നത് റെഗുലർ പോളിഗൺ ആണ്. റെഗുലർ പോളിഗണിൻ്റെ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് എത്രയാണ്, 540 ആണ്. സോ 540നെ അതുകൊണ്ടിട്ട് 5 കൊണ്ട് എത്ര സൈഡ്സ് ആണ് അല്ലെങ്കിൽ എത്ര ആംഗിൾസ് ആണ് അതിനുള്ളത്, 5 ആംഗിൾസ്. സോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 108 കിട്ടി. അടുത്തത് വന്നിട്ട് എന്താണ് നമുക്കുള്ളത്, പെൻറ്റഗൺ ആണ് അല്ലേ. സോ പെൻറ്റഗൺ, ആ പെൻറ്റഗണിൻ്റെ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ 720 ആണ്. അതിന് എത്ര ആംഗിൾസാണ് ഉള്ളത്, അതിന് വശങ്ങൾ 6 ആണ്. സോ ആംഗിൾസ് ഓൾസോ 6 അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് റെഗുലർ പോളിഗൺ എന്നാണ്. റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും, എല്ലാ ആംഗിൾസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. സോ ഇതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 120 കിട്ടി.
ക്ലിയർ ആയില്ലേ? അപ്പം നമ്മൾ എന്താ ഇപ്പോൾ ചെയ്യുന്നത്? മെഷേഴ്സ് ഓഫ് ആൻ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അതിൻ്റെ ഫോർമുലയാണ് സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ആംഗിൾസ്. ഇത് എങ്ങനെയാണ് ഈ 180, 360, 540 പിന്നെ എന്താണ് 720 ഒക്കെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതിനൊരു ഫോർമുല ഉണ്ടല്ലേ നമുക്ക് കണ്ടെത്താൻ. എന്താണ്? n-2 ഇൻറ്റു 180 എന്ന് ചെയ്താൽ മതി. അപ്പം ആദ്യത്തെ ഈക്വലേറ്റർ ട്രയാങ്കിളിന് എത്ര വശങ്ങൾ അല്ലെങ്കിൽ എത്ര ആംഗിൾസ് ആണുള്ളത്? 3 ആണ്. സ്ക്വയറിന് എത്രയാണ്? 4 ആണ്. അടുത്തത് എന്താണ്? നമ്മുടെ പോളിഗൺ അല്ലേ? പോളിഗണിന് 5, ദെൻ പെൻറ്റഗണിന് 6, ഇങ്ങനെ പോകും നമ്പേഴ്സ്. സോ ഈ എന്നിൻ്റെ സ്ഥാനത്ത് എല്ലാം തന്നെ ഇപ്പോൾ ട്രയാങ്കിളിൻ്റെ കാണണമെങ്കിൽ എന്ത് കൊടുക്കുക? 3 കൊടുക്കുക ഇവിടെ. സോ 3 - 2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 1 കിട്ടും. 1 ഇൻറ്റു 180 എന്താ? 180 തന്നെ. അതേപോലെ ഇവിടെ 4 ആണ്. അപ്പോൾ ഈ 4 ഇവിടെ ഇട്ട് കൊടുത്താൽ, അതായത് സ്ക്വയറിൻ്റെ 4 - 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 തന്നെ കിട്ടും. 2 ഇൻറ്റു 180 ചെയ്താൽ നമുക്കിത് കിട്ടില്ലേ? അതേപോലെ 5 - 2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 3 ഇൻറ്റു 180 ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? 548. അപ്പോൾ അങ്ങനെയാണ് ഈ മെഷേഴ്സ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ക്വസ്റ്റ്യൻ ഇതാണ്. സീക്വൻസ് ഓഫ് ദ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? സീക്വൻസ് ഓഫ് ദ മെഷേഴ്സ് ഓഫ് ആൻ ഇൻറ്റീരിയർ ആംഗിൾ എഴുതുമ്പോൾ ഇതേപോലെ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ആൻസേഴ്സ് കിട്ടുന്നത്. അതിന് നമ്മൾ സീക്വൻസിൻ്റെ ഫോമിൽ എഴുതുക. കണ്ടോ? 60, 90, 108, ദെൻ 120. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഇതിൻ്റെ പൊസിഷനും, ഇതാണ് നമ്മുടെ ടേം അല്ലേ? ഇതാണ് നമ്മുടെ സീക്വൻസും. സീക്വൻസിൽ വരുന്ന ഒരു ടേം. സീക്വൻസിൻ്റെ മലയാളം എന്താണ്? ശ്രേണികളെന്ന് പറയും കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് എന്താണ് അതിൻ്റെ ഓരോ പൊസിഷനിൽ ഇത് ഒന്നാമത്തെ നമ്പർ, ഇത് രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എവിടെ വരെ പോകും? ഒരു nth ടേം വരെ പോകും. അപ്പോൾ നമുക്ക് പൊസിഷനും ടേമും നമുക്ക് ഇങ്ങനെ എഴുതാം. കണ്ടോ? ആദ്യത്തെ നമ്പർ ഏതാണ്? 60, then 2, 3, 4, so 90, 108, 120, then ഇങ്ങനെ വന്ന് nth ടേം. ഇവിടെയും എന്ത് തന്നെ വരും? nth ടേം എന്താവും? നമുക്കത് കണ്ടുപിടിക്കാം കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ നോക്കാം. നോക്കിയേ, ഇതെങ്ങനെ കിട്ടിയത്? 60 180നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തതാണല്ലോ. അതുപോലെ 90 എങ്ങനെ കിട്ടിയത്? 360നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ്. ഇനി 108, ഈ 108 എങ്ങനെയാണ് കിട്ടിയത്? 540നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടിയതാണ്. ഇനി 120 അതെങ്ങനെ കിട്ടിയത്? ഉണ്ടോ? 720നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ്. ക്ലിയർ ആയല്ലോ അല്ലേ? ഇത്രയും കാര്യങ്ങൾ. ഇനിയെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, നമുക്കറിയാം ഇതെല്ലാത്തിനെയും എങ്ങനെ കിട്ടിയത്. കണ്ടോ? 80 ഇവിടെ കിട്ടിയതോ 360 ഇൻറ്റു ആ ഒരു ആണ്. ഇത് മാത്രം മാറി വരും. 180 ഇൻറ്റു 1 ചെയ്തു, 180 ഇൻറ്റു ഡിവൈഡഡ് ചെയ്തപ്പോഴാണ് നമുക്കിത് കിട്ടിയത്. അതുപോലെ ഇതിനെ അങ്ങനെ ചെയ്തു. അതുകൊണ്ട് നമുക്ക് അതിനെ എങ്ങനെ എഴുതാമെന്ന് നോക്കിയേ. ഇവിടെ വരുന്നത് എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? 180 n/2. ഈ n/2 എവിടെ നിന്നാണ് കിട്ടിയത്? n പ്ലസ് 180 n/n+2. ഈ n+2 എന്താണെന്നുള്ളത് പറഞ്ഞു തരാം. ഇതേ നോക്കിക്കേ, ഇതിൻ്റെ കൂടെ അല്ലേ ഈ കിടക്കുന്നതാ. ഇത് എന്താ ചെയ്തിട്ടുള്ളത്? നമ്മൾ നോക്കിയേ, ഈ 1ൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോഴാണ് ഈ 3 കിട്ടിയത്. ഈ 2ൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോഴാണ് 4 കിട്ടിയത്. ഇനി 3ൻ്റെ കൂടെ 2 തന്നെ ആഡ് ചെയ്തപ്പോഴാണ് 5 കിട്ടിയത്. 4ൻ്റെ കൂടെ 2 തന്നെ ആഡ് ചെയ്തപ്പോഴാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? 6. സോ ഇവിടെ വരുന്നത് എന്താണ്? n+2. ഇനി ഇതൊന്നും കൂടി ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അതായത് നമ്മുടെ ന്യൂമറേറ്റർ ഇതിപ്പോൾ ഫ്രാക്ഷനിലാണ്. നമുക്ക് എല്ലാത്തിലും സിംഗിളായിട്ടായിരുന്നു നമ്മൾ കിട്ടിയത്. പക്ഷേ ഇവിടെ എല്ലാം നമ്മൾക്ക് ഇത് കിട്ടിയത് എങ്ങനെയാണ്? ഫ്രാക്ഷൻ മൂലമാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ ആരൊക്കെയുണ്ട്? ന്യൂമറേറ്ററും ഉണ്ട്, ഡിനോമിനേറ്ററും ഉണ്ട് അല്ലേ? ഇത് ന്യൂമറേറ്റർ, ഇത് ഡിനോമിനേറ്റർ. അപ്പോൾ ഇവിടെ നോക്കുക കേട്ടോ, ഈ കിട്ടിയത് എങ്ങനെയാണെന്ന് കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പോൾ ന്യൂമറേറ്റർ ഒക്കെ എടുത്ത് എഴുതി 180, 360, 540, 720 അങ്ങനെ എഴുതാം. കണ്ടോ? വിച്ച് മീൻസ് എന്ന് പറഞ്ഞാൽ നമുക്കത് എങ്ങനെയാണ് കിട്ടിയത്? കണ്ടോ? 180 ഇൻറ്റു ഒരു നമ്പർ, അതായത് ഈക്വലേറ്റർ ട്രയാങ്കിളിന് 3 എണ്ണം ഉണ്ടായിരുന്നു, 3 സൈഡും ആംഗിൾസും ഉണ്ടായിരുന്നു. സോ 180 ഇൻറ്റു 3 ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ അതേപോലെ ഓരോന്നും 180 ഇൻറ്റു 5, 180 അങ്ങനെ ചെയ്യാം. എത്ര സൈഡുകൾ? എല്ലാത്തിൻ്റെയും സൈഡുകൾ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ഈക്വലേറ്റർ ട്രയാങ്കിളിന് 3 ആണ്, സ്ക്വയറിന് എത്രയാണ്? 4 ആണ്. അപ്പോൾ അതിങ്ങനെ മാറി വരുന്നതുകൊണ്ടാണ് ഇവിടെ n കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കിട്ടിയത് നമുക്ക് അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? സോ 180 ഇൻറ്റു n.
അതുകൊണ്ടാണ് 80n എന്ന് കിട്ടിയ ഈ ന്യൂമറേറ്റർ നമുക്ക് കിട്ടിയത്. അപ്പം നമ്മൾ ന്യൂമറേറ്ററിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്തത് കൊണ്ടാണ് 80 × n കിട്ടിയത്. ഇവിടെ വരുമ്പോൾ അതായത് 180, 360, 540 അങ്ങനെ ഇങ്ങനെ പോയി nth ടേം വരും. nth ടേം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 180 × n അല്ലേ. സോ 180 എന്നാണ് ഈ മുകളിലത്തെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് കിട്ടുക. ഇനി നോക്കിയേ, നമുക്ക് എല്ലാത്തിൻ്റെയും ആരെ എടുക്കാം? ഡിനോമിനേറ്റർ എടുക്കാം. 3, 4, 5, 6 കണ്ടോ? ഇവിടെ എടുത്തു അല്ല, അതിൻ്റെ പൊസിഷനുകൾ എടുത്തു. പിന്നെ എന്തെടുത്തു? ഇത് പൊസിഷൻ 3, 4, 5. ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ. അപ്പോൾ ഇതിലൊന്ന് നോക്കുക. ഇത് നോക്കിയാൽ ഈ 4 എങ്ങനെ കിട്ടിയത്? 2ൻ്റെ കൂടെ ഒരു 2 ആഡ് ചെയ്തപ്പോഴാണ് 4 കിട്ടിയത്. ഇനി നോക്കിയേ, ഈ 2ൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് എന്ത് കൊടുത്തു? 3 കൊടുത്തപ്പോൾ 3 അല്ലെങ്കിൽ ഈ 3യുടെ കൂടെ 2 ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 5 കിട്ടി. അതുപോലെ തന്നെ ഈ 1ൻ്റെ കൂടെയും 2 ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 3 കിട്ടി. അപ്പോൾ എല്ലാത്തിലും നമ്മൾ ആഡ് ചെയ്തത് എന്താണ്? 2 ആണ്. ക്ലിയർ ആയല്ലോ? സോ ആൾജിബ്രിക് എക്സ്പ്രഷൻ നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ എഴുതിയത് എന്താണ്? n ഒരെണ്ണം മാറി മാറിയാണ് വരുന്നത് അല്ലേ. ഇവിടെ 1, 2, 3 എന്ന് വരും, ബാക്കിയോ 2, 2, 2 തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് n+2 എന്നുള്ളത് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? xn = 180 n/n+2 എന്ന് നമ്മൾ എഴുതും. ക്ലിയർ ആയോ?